ഹലോ. അപ്പോൾ നമ്മൾ കേരളത്തിന് പുറത്ത് ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യാൻ പോവുകയാണ്. വിശാഖപട്ടണത്താണ് വർക്ക് വരുന്നത്. അവിടെ നമുക്ക് ഒരു കേരള കൾച്ചർ വാൾ പെയിൻറ്റിങ് ചെയ്യാനാണ് നമുക്ക് വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം. വിശാഖപട്ടണത്ത് വണ്ടി ഇറങ്ങിയതിന് ശേഷമുള്ള അപ്പാർട്ട്മെൻറ്റിൽ ഗസ്റ്റ് ഹൗസിൽ നമ്മൾ താമസിക്കുന്നുണ്ടായി. അതിൻ്റെ അപ്സ്റ്റെയറിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത്. അതിൻ്റെ ചെറിയൊരു എണ്ണക്കൊട്ടനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമായിട്ടുള്ളൊരു വ്യൂ ഒക്കെ നമുക്ക് കിട്ടിയിരുന്നു. മോർണിംഗ് അതേമാതിരി ഈവനിങ് ഒക്കെ ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണത് നമുക്ക് കിട്ടിയ സ്ഥലം. സൂര്യോദയവും സൂര്യാസ്തമയവും ഒക്കെ അടിപൊളിയായിരുന്നു. ഞാനും കൂട്ടുകാരനും അപ്സ്റ്റെയറിൽ റൂഫിൻ്റെ മുകളിൽ തന്നെ കടന്നത്. അപ്പോൾ അവിടെ മുതൽക്ക് ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. മോർണിംഗ് അതേമാതിരി ആ മോർണിംഗ് മുതൽക്ക് ചെയ്യാൻ പോകുന്ന വർക്കുകളും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ആയിട്ടുള്ള വീഡിയോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കൂ. ഇദ്ദേഹമാണ് നമ്മുടെ കഥയിലെ നായകൻ സുധീഷ് ഏട്ടൻ. ഈ വർക്ക് എടുത്തിട്ടുള്ളത് ഇവരാണ് കേട്ടോ. ഇവരുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ്. പിന്നെ ഫ്രണ്ട്സായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് തീർത്തു. വർക്ക് പുരോഗമിക്കുന്നതോറും എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിട്ട് കൂടി വന്നിരുന്നു. അതുമാതിരി ഭയങ്കര എനർജറ്റിക് ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിലൊക്കെ. നല്ല അടിപൊളിയായിട്ട് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു. പോരാത്തതിന് നമ്മളെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അതും വേറൊരു സംസ്ഥാനത്ത് പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അഭിമാനവും ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ആ ഒരു നിമിഷം ഭയങ്കര എൻജോയ് ചെയ്ത് മാത്രമല്ല ഭയങ്കര അഭിമാനത്തോടു കൂടി നമുക്ക് ആ സമയം വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നമുക്ക് കേരളത്തിൻ്റെ ഉള്ളിൽ ചെയ്യുന്നതും കേരളത്തിന് പുറത്ത് ചെയ്യുന്നതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ പുറത്ത് പോയി ചെയ്യുമ്പോൾ നമ്മളുടെ കൾച്ചറിനെ മറ്റ് സംസ്ഥാനത്തുള്ള ജീവിക്കുന്ന ആളുകൾ എത്രമാത്രം വില വയ്ക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു അനുഭവം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓണർമാർ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. മാത്രമല്ല നമ്മളുടെ ആ ഫ്രീഡത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർ തന്നിരുന്നു എന്നുള്ളതാണ്. സാധാരണ പലരും ഓരോ കുറ്റങ്ങൾ മാത്രം പറയുക എന്നുള്ളതിനപ്പുറത്ത് ഇവർ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു എനർജി ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അപ്പോൾ വർക്കിലത് നമുക്ക് കാണിക്കാൻ പറ്റും. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വർക്ക് ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് മുന്നോട്ട് പോയി. അത് മാത്രമല്ല നമുക്ക് വളരെ പെട്ടെന്ന് വർക്ക് ചെയ്ത് തീർക്കാൻ പറ്റി. അത് ഒന്നും മോശമല്ലാത്ത രീതിയിൽ തന്നെ, മോശം എന്ന് പറയാൻ പറ്റില്ല, അത്രയും ഭയങ്കര ഭംഗിയായിട്ട് തന്നെ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. മ്യൂറൽ സ്റ്റൈല് പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്തതെങ്കിലും മ്യൂറൽ എന്ന് നമ്മളതിന് പറയുന്നില്ല. കാരണം അതിൻ്റേതായ മ്യൂറലിന് ഒരുപാട് നിയമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ആ ഒരു മ്യൂറൽ കളറ് മ്യൂറൽ സ്റ്റൈലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പറ്റുന്ന മാതിരി. അത് അവർ ഓണർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വർക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലത്തെ വർക്കുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ മടിക്കാതെ കോൺടാക്റ്റ് ചെയ്യാം. ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചെയ്തു തരുന്നതാണ് കേട്ടോ.